ഞാൻ ഇന്ന് ഒരു നെന്മണിയിൽ നിന്നാണ് തുടങ്ങാനായിട്ട് ആഗ്രഹിക്കുന്നത്. നെന്മണിയിൽ നിന്ന് തുടങ്ങാൻ കാരണം യേശു സുവിശേഷത്തിൽ പറയുന്ന ഒരു ഗോതമ്പ് മണിയുണ്ട്. ആ ഗോതമ്പ് മണിയെക്കുറിച്ച് പറഞ്ഞാൽ പലരും ഗോതമ്പ് മണി കണ്ടിട്ടുണ്ടാവില്ല. നെന്മണി തന്നെ കാണാത്തവർ ധാരാളമുണ്ട്. ഞാൻ ഓർക്കുന്നു, മലയാറ്റൂർ രാമകൃഷ്ണൻ്റെ ഒരു നോവലുണ്ട്, വേരുകളെന്നാണ് അതിൻ്റെ പേര്. മദിരാശിയിലെ ജോലി ചെയ്യുന്ന ഒരു വ്യക്തി, ഒരു ബ്രാഹ്മണനാണ്. പണ്ട് മദിരാശി എന്നാണ് പറയുക, മദിരാശി പട്ടണം. അന്ന് മദ്രാസ് ഇംഗ്ലീഷിൽ, ഇന്ന് ചെന്നൈ പട്ടണമാണ് ഈ മദിരാശി എന്ന് പറയുന്നത്. അദ്ദേഹം അവിടെ നിന്ന് വെക്കേഷനിൽ തൻ്റെ നാട്ടിലേക്ക് ഭാര്യയെയും 2 മക്കളെയും കൂട്ടി വരികയാണ്. അപ്പോൾ വീട്ടിലേക്ക് കടന്നു വരുന്നത് ഒരു വരമ്പത്തുകൂടെയാണ്. വരമ്പത്തുകൂടെ സൂക്ഷിച്ച് നടക്കുമ്പോൾ കുഞ്ഞുങ്ങൾ ചോദിക്കുന്നുണ്ട്, തൊട്ടപ്പുറത്ത് കാണുന്ന വയലിൽ കാണുന്ന ചെടി എന്നപ്പാ ഈ ചെടി എന്ന് കുട്ടികൾ ചോദിക്കുക. അപ്പോൾ അപ്പൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, ബ്രാഹ്മണൻ അപ്പൻ എന്നാണ് പറയുക. അച്ഛൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, ഇത് താൻ അരിശിച്ചെടി, അരി ഉണ്ടാകുന്ന ചെടിയാണ് ഇത് എന്ന്. അന്ന് ഏകദേശം ഒരു 50 വർഷങ്ങൾക്ക് മുമ്പുള്ളൊരു കാര്യമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. അന്നത്തെ സ്ഥിതി അതാണെങ്കിൽ ഇന്ന് അതിലും മോശമാണ്. പക്ഷേ ഇപ്പോഴൊരു ചെറിയ ഹോപ്പുണ്ട്. സ്കൂളുകളിലൊക്കെ കൃഷിയിലേക്ക് മടങ്ങി വരാനുള്ള ഒരു ടെൻഡൻസി. തോട്ടങ്ങളും പച്ചക്കറി തോട്ടങ്ങളും ഒക്കെ റിവൈവ് ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ഇപ്പോൾ ജീവിക്കുന്നത്. വളരെ വലിയൊരു ട്രെൻഡ്, നല്ല ട്രെൻഡാണത്. പ്രകൃതിയിൽ നിന്ന് ഒരുപാട് അകന്നു പോയി ജീവിച്ചിരുന്ന ഒരു കാലഘട്ടം വിദ്യാർത്ഥികൾക്കും പൊതുവിൽ മനുഷ്യർക്കും ഉണ്ടായിരുന്നു. അതിൽ നിന്ന് തിരിച്ച് പ്രകൃതിയിലേക്ക് മടങ്ങുന്ന ഒരു അവസ്ഥാവിശേഷം ഇപ്പോൾ വന്നു പെട്ടിട്ടുണ്ട്. വളരെ വെൽക്കം ചേഞ്ചാണത്. അത് കൂടുതൽ അഭിവൃദ്ധി പ്രാപിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഞാൻ പറഞ്ഞു വന്നത് ഒരു നെന്മണിയെക്കുറിച്ചാണ്. യേശു പറഞ്ഞ ഗോതമ്പ് മണിയുടെ സ്ഥാനത്ത് ഞാൻ നെന്മണിയെ പ്രതിഷ്ഠിക്കുകയാണ്. എത്ര ചെറുതാണത്! അതിൻ്റെ പുറന്തോട് ആകർഷകമല്ല, മിനുസമൊന്നുമില്ല, റഫാണ്. ഒരഞ്ഞാൽ പൊട്ടും, അത്രയ്ക്ക് റഫാണ്. ചില വിത്തുകൾ പ്രത്യേകിച്ച് ആ വിത്തുകൾ, ഇപ്പോൾ പൊന്മണി എന്ന് പറയുന്നൊരു വിത്തുണ്ട്. അത് മെഷീൻ ഉപയോഗിച്ച് കൊയ്യുകയാണെങ്കിലേ പറ്റൂ. ജോലിക്കാരെ ഇറങ്ങി കൊയ്യുകയാണെങ്കിൽ അവരുടെ മേലൊക്കെ ചൊറിയുകയും പിടിക്കുകയൊക്കെ ചെയ്യുന്ന അത്ര റഫാണത്. ഈ നെന്മണി നമ്മൾ നിലത്ത് കുഴിച്ചിട്ട് അതിന് വേണ്ടതുപോലെ വളം ചെയ്താൽ, വളവും ഒക്കെ ഇട്ട് കൊടുത്താൽ അതിൻ്റെ ഉള്ളിൽ നിന്നൊരു ജീവൻ നമുക്ക് പുറത്തേക്ക് വരുന്നത് കാണാം. നനവ്, അത് സെൻസ് ചെയ്യാനുള്ള കഴിവ് ആ നെന്മണിക്കുണ്ട്. യേശു പറഞ്ഞത് ഇങ്ങനെയാണ്, ഗോതമ്പ് മണി നിലത്ത് വീണ് അഴിയുന്നില്ലെങ്കിൽ അത് അതേപടി ഇരിക്കും, അഴിയുന്നെങ്കിലോ ഒരുപാട് ബലം പുറപ്പെടുവിക്കുന്നു. നമ്മുടെ ഈ നെന്മണി നമ്മൾ ഒരു ചെപ്പിനകത്തിട്ട് സൂക്ഷിച്ചാൽ അത് കാലാകാലം അവിടെ ഇരിക്കും, ഒന്നും ഉണ്ടാവില്ല. അതിനകത്ത് ഉൾക്കൊണ്ടിരിക്കുന്ന ജീവൻ പുറത്തേക്ക് വരില്ല. എന്തുകൊണ്ട് അത് മുളച്ച് വന്ന് ഉണങ്ങിപ്പോകാത്ത? അത് നനവുണ്ടോ ഇല്ലയോ എന്ന് സെൻസ് ചെയ്യാനുള്ള കഴിവ് ആ വിത്തിനുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അത് നിലത്ത് വീണു, വെള്ളം സെൻസ് ചെയ്ത് തുടങ്ങുമ്പോൾ, മണ്ണ് സെൻസ് ചെയ്തു, വെള്ളം സെൻസ് ചെയ്തു, അത് ഉടനെ തന്നെ അത് മുളച്ചു. ഇനി പാടത്ത് നമ്മളിങ്ങനെ വിതയ്ക്കുകയാണ്, അടുത്തടുത്ത് നെൽച്ചെടികൾ വളരുകയാണെങ്കിൽ അത് 2, 3, 4 ചെനപ്പുകൾ, ഞങ്ങൾ നാട്ടിലൊക്കെ ചെനപ്പ് എന്നാണ് പറയുക, ഉണ്ടാവുള്ളൂ. ഓരോന്നിലും ഓരോ കതിര് വരും, കതിരിന് പല ബ്രാഞ്ചസ് ഉണ്ടാവും. അത് ഒരു നെന്മണിയിൽ നിന്ന് 60, 70 ഒക്കെ നെന്മണികൾ നമുക്ക് കിട്ടും.
അതുപോലെ തന്നെ നിങ്ങൾ പാടത്ത് പരിചയമുള്ളവരാണെങ്കിൽ എവിടെയെങ്കിലും ഒറ്റയ്ക്ക് ഒരു നെല്ല് വളരണത് കണ്ടിട്ടുണ്ടോ? തൊട്ടടുത്തൊന്നും വേറെ നെല്ലുകളില്ല, അതൊക്കെ നഷ്ടപ്പെട്ടു പോയി. ഇതൊരെണ്ണം മാത്രം ഇങ്ങനെ വലുതായി വരുമ്പോൾ അതിന് 10-30 ചെനപ്പുകളുണ്ടാവും. അതിൻ്റെ മുകളിൽ ഓരോന്നിൻ്റെ മുകളിലൊക്കെ ഓരോ കതിർക്കൊലയുണ്ടാവും. 300 ഒക്കെ വിത്ത് ഗ്രെയിൻസ്, നെന്മണികൾ ഒരു നെന്മണിയിൽ നിന്ന് കിട്ടും. അപ്പം ഒരു നെന്മണിയിൽ ഇത്രയും മാത്രം ഫലം പുറപ്പെടുവിക്കാനുള്ള കഴിവുണ്ടായിരുന്നു എന്നുള്ളതാണ്. ഞാൻ 2 നെന്മണികളെ വ്യത്യസ്തമായി ഇവിടെ കാണിച്ചു. ഒന്ന് കൂട്ടത്തിൽ നിൽക്കുന്നു, അതൊരു ഫലം പുറപ്പെടുവിക്കുന്നു. അതിൻ്റെ ഒറ്റയ്ക്ക് നിന്ന് അത് 400 മേനിയൊക്കെ ആയിട്ട്, 100 മേനിയല്ല 400 മേനിയൊക്കെ ആയിട്ട്, 300 മേനിയായിട്ടൊക്കെ വളർന്ന് വരുന്നു. ഒരേ വിത്താണ്, 2 സാഹചര്യങ്ങളാണ്. ആ സാഹചര്യങ്ങൾക്കനുസരിച്ച് അവർക്ക് വളർച്ച പ്രാപിക്കാനായിട്ട് കഴിയുന്നു. ഇത് ഞാൻ നമ്മുടെ മക്കളിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കുകയാണ്. നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ ഒരു വിത്ത് തന്നെയാണ്. അതിനെ നിങ്ങൾ പൂട്ടി സൂക്ഷിച്ചാൽ അതിന് വലിയ വളർച്ചയൊന്നും ഉണ്ടാവില്ല. എന്നാൽ അതിന് അവസരങ്ങൾ കൊടുക്കുക, വളരാനുള്ള അവസരങ്ങൾ കൊടുത്താൽ അത് 100 മേനിയും 200, 300 മേനിയും വിളവ് പുറപ്പെടുവിക്കും. ഒരു പഴഞ്ചൊല്ലുണ്ട്, ഒരു ആപ്പിളിലുള്ള കുരു എത്രയെന്ന് നിങ്ങൾക്ക് എണ്ണാൻ കഴിയും, പക്ഷേ ഒരു കുരുവിൽ എത്ര ആപ്പിളുകളുണ്ട് എന്ന് നിങ്ങൾക്ക് എണ്ണാൻ കഴിയില്ല. അത്രയും അധികമാണത്. ഒരു ആപ്പിളിൻ്റെ കുരുവിൽ ഇത്രയേറെ കഴിവുകൾ വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു നെന്മണിയിൽ ഇത്രയേറെ കഴിവുകൾ ദൈവം നിക്ഷേപിച്ചിട്ടുണ്ടെങ്കിൽ, തൻ്റെ സ്വന്തം ഛായയിൽ സൃഷ്ടിച്ച, സ്വന്തം കൈകൾ കൊണ്ട് മെനഞ്ഞെടുത്ത ആ മനുഷ്യനിൽ എത്രമാത്രം കഴിവുകൾ നിക്ഷേപിച്ചിട്ടുണ്ടാവില്ല. നമ്മുടെ മക്കളുടെ കഴിവുകൾ നമുക്കിപ്പോൾ പ്രവചിക്കാൻ കഴിയില്ല. സ്കൂളിലെ ഓരോ വിദ്യാർത്ഥിയുടെയും കഴിവ് നമുക്ക് ഇപ്പോൾ ഒരിക്കലും പ്രവചിക്കാൻ കഴിയില്ല. ഇന്ന് പണ്ടൊക്കെ രാഷ്ട്രീയ നഭോമണ്ഡലത്തിൽ തിളങ്ങി നിന്നിരുന്നവർ വലിയ വീടുകളിൽ ജനിച്ച് വളർന്നവരാണ്. ഇന്ന് അങ്ങനെയല്ല. ഇന്ന് രാഷ്ട്രീയ നഭോമണ്ഡലത്തിൽ നമ്മൾ കാണുന്നത് വളരെ സാധാരണക്കാരായ ജനങ്ങളുടെ മക്കളാണ്. വളരെ താഴ്ന്ന നിലവാരത്തിൽ ജീവിച്ചു തുടങ്ങിയവർ. ഞാനിന്ന് ജീവിച്ചിരിക്കുന്നവരെ ആരെയും സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ദിവംഗതനായ അബ്ദുൽ കലാമിനെ സൂചിപ്പിക്കാം. എത്രമാത്രം താഴ്ന്ന നിലവാരത്തിൽ നിന്ന് തുടങ്ങിയ വ്യക്തിയാണ്. ഇന്ത്യയിലെ 1ാമത്തെ പൗരനായി ലോകത്തിൽ തന്നെ 1ാം സ്ഥാനം അദ്ദേഹത്തിനുണ്ടായിരുന്നു. ഔദ്യോഗികമായിട്ടല്ല, ജനങ്ങളുടെ ഹൃദയങ്ങളിൽ വലിയൊരു ശാസ്ത്രജ്ഞൻ. അത് എവിടെ നിന്ന് വന്നു? അപ്പോൾ നമ്മുടെ മക്കളിലൊക്കെ ഈ കഴിവുകളുണ്ട്. അവർക്ക് അവസരങ്ങൾ ലഭിച്ചാൽ മതി. ഇനിയും 1-2 ഉദാഹരണങ്ങൾ കൂടി എൻ്റെ മനസ്സിലേക്ക് കടന്നു വരികയാണ്. നമ്മുടെ മക്കളിൽ ധാരാളം കഴിവുകളുണ്ട് എന്ന് സൂചിപ്പിക്കാനായിട്ട് പലപ്പോഴും ഈ കഴിവുകൾ വളർത്തിയെടുക്കാൻ നമ്മുടെ മാതാപിതാക്കളും അധ്യാപകരും ഒന്നും ശ്രദ്ധിക്കുന്നില്ല. അതിനു മുമ്പ് 1-2 ഉദാഹരണം കൂടിയും മക്കളുടെയിലുള്ള കഴിവുകളെ സൂചിപ്പിക്കാനായിട്ട് പറഞ്ഞിട്ട് ഞാൻ അതിലേക്ക് വരാം. ഞാൻ 2002 ഒരു 8 ഏക്കർ സ്ഥലം മേടിച്ചു. അവിടെ ഞാൻ കൃഷി സ്ഥലം കുറച്ചുണ്ടായിരുന്നു, അത് കൃഷി ചെയ്തിരുന്നു. പാടത്തിൻ്റെ വീതി കൂടിയ വരമ്പത്ത് ഞാൻ വാഴ വെച്ചു.
നേന്ത്രവാഴ. കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞ് അത് വളർന്നു വന്നു. ഏതാണ്ട് 2-3-4 മാസം കഴിഞ്ഞപ്പോൾ അതിൻ്റെ കടയ്ക്ക് ഒരു മത്ത വളർന്നു വരുന്നത് കണ്ടു. ഞാൻ ജോലിക്കാരോട് ചോദിച്ചു, നിങ്ങളെന്താ ഇതിൻ്റെ കടയ്ക്ക് കൊണ്ടുപോയി മത്ത കുത്തിയത്? പറഞ്ഞ്, മത്ത ഞങ്ങൾ കുത്തിയതല്ല, അത് വളമിട്ടപ്പോൾ അതിൽ നിന്ന് വന്നതാണ്. ഞാനത് ചോദിച്ചു, എങ്ങനെ വളത്തിൽ മത്ത വന്നു? അത് ചാണത്തിലൂടെ വന്നതാവും. ചാണത്തിലേക്ക് എങ്ങനെ വന്നു? അത് പശു തിന്നപ്പോൾ അത് ചാണത്തിലൂടെ വന്നതായിരിക്കും. മത്തങ്ങ നന്നാക്കി കഴിഞ്ഞ് അതിൻ്റെ വേസ്റ്റൊക്കെ നമ്മൾ കൊണ്ടുപോയി എവിടെയെങ്കിലും ഇടും. പശു അതൊക്കെ ഒന്ന് തിന്നു നോക്കും. ആ കുരു പശുവിൻ്റെ ആമാശയത്തിലൂടെ കടന്നു പോയിട്ടുണ്ട്. അത് ചവച്ചരച്ചു നോക്കി, പക്ഷേ അത് രക്ഷപ്പെട്ട് അതിലൂടെ കടന്ന് ആമാശയത്തിലൂടെ ചെന്നു. പിന്നെ ഇത് അയവിറക്കാമെന്ന് പറയും. പശു മൂരിയൊക്കെ അയവിറക്കുന്ന മൃഗങ്ങളിൽ പെട്ടതാണത്. അപ്പോൾ ആമാശയത്തിൽ ചെന്നത് അവിടെ നിന്ന് വീണ്ടും തേട്ടിയെടുത്ത് അയവിറക്കി വിടും. എന്നിട്ടും അതിനൊന്നും പറ്റിയിട്ടുണ്ടാവില്ല. അതിലൊരുപാട് ആമാശയത്തിൽ ഒരുപാട് അമ്ലരസങ്ങളുണ്ട്. ആ അമ്ലരസത്തിനൊന്നും അതിനെ കേടുവരുത്താൻ പറ്റിയില്ല. അതിനൊക്കെ റെസിസ്റ്റൻസ് തമ്പുരാൻ കൊടുത്തിട്ടുണ്ടാവണം. അത് ആ അമ്ലരസം, എനിക്കിങ്ങനെ തോന്നാറുണ്ട്, ആ അമ്ലരസം സെൻസ് ചെയ്യാനായിട്ട്, ഞങ്ങൾ പുസ്തകത്തിൽ വായിച്ചതല്ല, സെൻസ് ചെയ്യാനുള്ള കഴിവ് ഈ വിത്തിന് കൊടുത്തു കാണും. അപ്പോൾ അതിന് ചുറ്റും ഒരു പ്രൊട്ടക്ഷൻ വലയം സൃഷ്ടിക്കാനൊക്കെ ഉള്ള കഴിവ് ഒരു പക്ഷേ ആ വിത്തിന് കൊടുത്തു കാണും. ഒരു വലയം പെട്ടെന്നുണ്ടാവുകയാണ്. അങ്ങനെയൊക്കെ ആയിരിക്കാം. അത് ചാണത്തിലേക്ക് വന്നു. ചാണത്തിൽ കിടന്നത് മുളയ്ക്കില്ല. കാരണം മുളയ്ക്കണമെങ്കിൽ മണ്ണിൻ്റെ സാന്നിധ്യം വേണം. അപ്പോൾ മണ്ണ് സെൻസ് ചെയ്യാനുള്ള കഴിവ് ആ വിത്തിന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ചാണം കൊണ്ടുവന്ന് മണ്ണിലിട്ടപ്പോൾ അവിടെ കിടന്ന് അത് മുളച്ചു. അപ്പം ആ വിത്തിന് എന്തുമാത്രം കഴിവാണ് ദൈവം കൊടുത്തിട്ടുള്ളത് നോക്കണം. വിത്തിന് മാത്രമല്ല, എല്ലാ ജീവജാലങ്ങൾക്കും ഇതുപോലെ കഴിവുകൾ കൊടുത്തിട്ടുണ്ട്. ഞാൻ അവിടെ തന്നെ ഓർക്കുന്നു, പേര വെച്ചു. പേര നട്ടു, അത് വളർന്നു വന്നു, അത് കാച്ചു. ഇപ്പം പൂവും കായും ആവുന്നതൊക്കെ ഇങ്ങനെ സൂക്ഷിച്ച് നോക്കിക്കൊണ്ടിരിക്കും താല്പര്യത്തോടു കൂടി. ഒരു കൃഷിക്കാരന് മാത്രമേ അത് പറഞ്ഞാൽ മനസ്സിലാവുള്ളൂ. അതിൻ്റെ ആദ്യത്തെ പൂ വരുന്നതും അത് ആദ്യത്തെ കായ ഉണ്ടാവുന്നതൊക്കെ. അപ്പോൾ ഇത് പഴുത്തോ എന്ന്, മൂപ്പായോ പഴുത്തോ എന്ന് ഞാൻ ഇടയ്ക്കിടയ്ക്ക് പോയി നോക്കാറുണ്ട്. അങ്ങനെ ഒരു ദിവസം നോക്കുമ്പോൾ ഒരു കാക്ക അതിൻ്റെ കൊമ്പിന്മേലിരുന്ന് ഇങ്ങനെ സ്വരം ഉണ്ടാക്കുകയാണ്. കാക്ക ക്രാന്ന് സ്വരം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. മറ്റു കൂട്ടുകാരെ വിളിക്കുകയാണ്. അപ്പോൾ എനിക്ക് മനസ്സിലായി അത് പഴുത്ത് പാകമായിട്ടുണ്ട്. അതുവരെ ഞാൻ ആ കാക്കയെ കണ്ടിട്ടില്ല അവിടെ അങ്ങനെ വന്നിരിക്കണത്. ഞാനിന്നും പോയി നോക്കാറുണ്ട്, ആ കാക്ക നോക്കാറില്ല. പക്ഷെ അന്ന് അത് പാകമായപ്പോൾ അത് വന്നു. അവിടെ കൃത്യമായിട്ട് അത് പാകമായപ്പോൾ അതവിടെ വന്നു. അപ്പം അതൊക്കെ തിരിച്ചറിയാനായിട്ട് ആ കാക്കയ്ക്ക് പോലും പ്രത്യേക കഴിവ് കൊടുത്തിട്ടുണ്ട്. ഞാൻ ചെന്ന് നോക്കുമ്പോൾ അതൊരു കൊത്തിയിട്ടുണ്ട്. അത് ടെസ്റ്റ് ചെയ്ത് നോക്കി ശരിയായ പാകമാണെന്ന് മനസ്സിലായപ്പോഴാണ് ബാക്കി കൂട്ടുകാരെയൊക്കെ വിളിച്ചത്. ഇവിടെയൊക്കെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ആ കാക്കയിൽ നിന്ന് പോലും എന്തുമാത്രം നമുക്ക് പഠിക്കാനുള്ളത്. അതിന് ഒരു തീറ്റ സാധനം കിട്ടിയപ്പോൾ ആ കാക്ക എന്താ ചെയ്തത്? മറ്റു കൂട്ടുകാരെയൊക്കെ വിളിച്ചു, പാകമായിട്ടുണ്ട്, വന്നോളൂ, ഇതാ പ്രകൃതി നമുക്ക് വേണ്ടി ഒരു വിരുന്നൊരുക്കിയിരിക്കുന്നു, എല്ലാവരും വരൂ എന്ന് പറഞ്ഞ് വിളിക്കുകയാണ്. നമുക്ക് എന്തെങ്കിലും കിട്ടിയാൽ നമ്മൾ ഇതുപോലെ തന്നെ ആണോ പെരുമാറുന്നത്? ഒരു കാക്കയുടെ മനോഭാവം നമുക്ക് ഈ കാര്യത്തിലുണ്ടോ? ഇതൊക്കെ നമ്മൾ ചിന്തിച്ച് നോക്കേണ്ടതാണ്. എന്തായാലും കാക്ക അത് തിന്നോട്ടെ എന്ന് ഞാൻ വിചാരിച്ചില്ല. അത് ദൈവം ഈ നട്ട ആൾക്ക് കൂടിയുള്ളത് തന്നിട്ടുള്ളതാണ് എന്ന് മനസ്സിലാക്കി ഞാനത് പൊട്ടിച്ചെടുത്തു. കാക്കയ്ക്ക് പോലും ദൈവം ഒരുപാട് കഴിവ് കൊടുത്തിരിക്കുക. ഇനി ചില ഉദാഹരണങ്ങൾ എൻ്റെ മനസ്സിലേക്ക് വരികയാണ്. നിങ്ങൾ സുനാമി കുറച്ച് കാലം മുമ്പുണ്ടായത് അറിയില്ലേ? കേട്ടില്ലേ? വായിച്ചിട്ടില്ലേ?
എത്ര മനുഷ്യരാണ് മരിച്ചുപോയത്? മൃഗങ്ങളോ പക്ഷികളോ ചത്തതായിട്ട് നിങ്ങൾ അന്നൊന്നും വായിച്ചു കാണില്ല. കാരണം അവർക്കൊക്കെ ആ അറിവ് കിട്ടി. ആ അറിവ് ലഭിച്ചു കഴിഞ്ഞപ്പോൾ അവരൊക്കെ സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് പറന്നുപോയി, ഓടിപ്പോയി. അങ്ങനെയാണ് അവരൊക്കെ രക്ഷപ്പെട്ടത്. മനുഷ്യന് ആ മുന്നറിവ് കിട്ടിയില്ല. ആ മുന്നറിവ് കിട്ടാനുള്ള സകല സൗകര്യങ്ങളും അതിന് വേണ്ടതായ സെൻസേഴ്സൊക്കെ ദൈവം നമ്മളിൽ നിക്ഷേപിച്ചിട്ടുണ്ട്. പക്ഷേ നമുക്കത് അനുഭവവേദ്യമാകാത്തത് നമ്മുടെ പാപാവസ്ഥയാണ്. പാപമെന്ന് പറയുന്നത് ദൈവത്തിൽ നിന്ന് മാറി നിൽക്കുന്നതാണ് ഈ പാപം. ദൈവോന്മുഖരല്ലാതെ ദൈവത്തിൽ നിന്ന് മുഖം തിരിക്കുന്നതാണ് പാപം. അവയൊക്കെ അവരുടെ പ്രകൃതി കൊണ്ട് തന്നെ എപ്പോഴും ദൈവോന്മുഖരാണ്. അതുകൊണ്ടാണ് അവർക്ക് ഇതൊക്കെ ലഭിക്കുന്നത്. ഈ അറിവുകളെല്ലാം അവർക്ക് ലഭിക്കുന്നത് അവരെപ്പോഴും ദൈവോന്മുഖരാണ്. അത് പ്രകൃതി തന്നെ അവർക്ക് അത് കൊടുത്തിരിക്കുകയാണ്. പ്രകൃതിയാൽ അത് അവരങ്ങനെയാണ്. നമുക്ക് സ്വതന്ത്രമായ ഒരു ഫ്രീ വിൽ തന്നിട്ടുണ്ട്. അതുപയോഗിച്ച് നമ്മൾ ദൈവത്തിലേക്ക് തിരിഞ്ഞു നിൽക്കുന്നവരുണ്ട്, ദൈവത്തിൽ നിന്ന് അകന്നു നിൽക്കുന്നവരുണ്ട്, മുഖം തിരിഞ്ഞു നിൽക്കുന്നവരുണ്ട്. മുഖം തിരിഞ്ഞു നിൽക്കുന്നവർക്കാണ് ഇത് കാണാൻ പറ്റാതെ പോകുന്നത്. ദൈവമല്ലാതെ നമുക്കിതൊന്നും തരാഞ്ഞിട്ടല്ല. അപ്പം നമ്മുടെ മക്കൾക്കൊക്കെ ഒരുപാട് കഴിവുകൾ ദൈവം കൊടുത്തിട്ടുണ്ട്. ഈ കാക്കയ്ക്കും പൂച്ചയ്ക്കും മൃഗങ്ങൾക്കും എലിക്കും ഒക്കെ ഇത്രയും കഴിവുകൾ, നെൽവിത്തിനും മത്തങ്ങയുടെ കുരുവിനും ഒക്കെ ഇത്രയും കഴിവുകൾ കൊടുത്ത ദൈവം സ്വന്തം കൈകൾ കൊണ്ട് സൃഷ്ടിച്ച, സ്വന്തം ഛായയിൽ സൃഷ്ടിച്ച മനുഷ്യന് ഇതിനേക്കാളൊക്കെ കഴിവുകൾ കൊടുത്തിട്ടുണ്ട്. വിശുദ്ധ ബൈബിളിൻ്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞാൽ ഇതിൻ്റെ പേരാണ് പരിശുദ്ധാത്മാവ്. ആ പരിശുദ്ധാത്മാവിനെയാണ് ദൈവം മനുഷ്യർക്ക് കൊടുത്തിരിക്കുന്നത്. ദൈവോന്മുഖരാകുമ്പോൾ പരിശുദ്ധാത്മാവ് പ്രവർത്തന നിരതനാകും. ദൈവം എപ്പോഴും നമുക്ക് വേണ്ടി ട്രാൻസ്മിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 366 ദിവസവും 24 മണിക്കൂറും 60 മിനിറ്റും 60 സെക്കൻഡും ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ഒരു സ്റ്റേഷനാണ് ദൈവം. നമ്മളിൽ ഒരു മൊബൈലും സൂക്ഷിച്ചിട്ടുണ്ട്. അത് സ്വീകരിക്കാനുള്ള മൊബൈൽ. പക്ഷേ നമ്മുടെ മൊബൈൽ പലപ്പോഴും ഒന്നുകിൽ സ്വിച്ച് ഓഫ്. ദൈവം നമുക്ക് മെസ്സേജുകൾ അയക്കുമ്പോൾ ദൈവത്തിന് കിട്ടുന്ന ഹീസ് ഇൻ അനദർ കോൾ, ഹീസ് നോട്ട് റീച്ചബിൾ, എങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള മെസ്സേജുകളാണ് പലപ്പോഴും തമ്പുരാന് തിരിച്ചു കിട്ടുന്നത്. മറിച്ച് നമ്മൾ സ്വിച്ച്ഡ് ഓൺ ആണെങ്കിൽ, തമ്പുരാനോട് ചേർന്ന് നിൽക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു വിഷമം കൂടാതെ ഓരോ പ്രതിസന്ധിയിലും ആവശ്യമായ കാര്യങ്ങൾ എന്ത്, എപ്പോൾ, എങ്ങനെ ചെയ്യണം, ഏത് പ്രതിസന്ധി എങ്ങനെ തരണം ചെയ്യണം എന്നെല്ലാമുള്ള മുന്നറിയിപ്പുകൾ അത് നമുക്ക് ഈ പരിശുദ്ധാത്മാവ് വഴി ലഭിക്കും. നമ്മുടെ കുഞ്ഞുങ്ങൾക്കും അത് ലഭിക്കും. പക്ഷേ ഇന്ന് നമ്മുടെ കുഞ്ഞുങ്ങളൊന്നും അതിന് ട്യൂണ്ടല്ല. മാതാപിതാക്കൾ ട്യൂണ്ടല്ല. വീട് ട്യൂണ്ടല്ല. നമ്മുടെ ഇടവക ട്യൂണ്ടല്ല. നമ്മുടെ ഗ്രാമം അതിന് ട്യൂണ്ടല്ല. അതാണ് ഇതിൻ്റെ കാരണം. നമ്മുടെ രാജ്യം അതിന് ട്യൂണ്ടല്ല. അങ്ങനെ ട്യൂണ്ടാണെങ്കിൽ നമുക്ക് ആവശ്യമായ അറിവൊക്കെ ലഭിക്കും. നമ്മൾ ചെയ്യേണ്ടത് ഇത് മനസ്സിലാക്കി ഈ കുഞ്ഞുങ്ങളെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതാണ്. പ്രോത്സാഹിപ്പിക്കുക. ഇവരിലൊക്കെ വലിയ ഒരു വ്യക്തിത്വം കണ്ട് അവരെ പ്രോത്സാഹിപ്പിക്കുക. നിങ്ങളുടെ ഭാവനയിൽ നിങ്ങളുടെ മക്കളെ വളരെ വലിയവരായി വേണം കാണാനായിട്ട്. ഒരിക്കലും അവരെ നിഷിച്ച് വർത്തമാനം പറയരുത്. അവരൊക്കെ വലിയവരായി തീരും. പതുക്കെ ഒന്ന് ലിഫ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി, അവർ കയറിക്കോളും. ഈ കുഞ്ഞുങ്ങൾക്ക് അതിനുള്ള കഴിവുണ്ട്. നിങ്ങൾ ഈ കാലഘട്ടത്തിൽ നിങ്ങൾ റോട്ടിലൂടെ പോകുമ്പോൾ
നിങ്ങൾ കാണുന്ന ഒരു സംഭവം, ഒരു ഇലക്ട്രിക് പോസ്റ്റ്, അതിന്മേൽ കൂടെ കയറിപ്പോകുന്ന കാട്ടുവള്ളികൾ. ഒരു ഇലക്ട്രിക് പോസ്റ്റിന് ഒരു സ്റ്റേ ഉണ്ടെങ്കിൽ ആ സ്റ്റേയിന്മേൽ കൂടെ കയറിപ്പോകുന്ന കാട്ടുവള്ളികൾ. ആ സ്റ്റേയിലൂടെ കയറി അത് ഇലക്ട്രിസിറ്റി കടന്നു പോകുന്ന ആ ലൈനിലൂടെ സഞ്ചരിക്കുന്ന കാട്ടുവള്ളികൾ, അത് പൂട്ട് നിൽക്കുന്നതൊക്കെ നിങ്ങൾക്ക് കാണാൻ കഴിയും. ഈ കാട്ടുവള്ളികൾക്ക് പോലും ഒരു സപ്പോർട്ട് കിട്ടിയാൽ കയറിപ്പോകാനുള്ള ആ കഴിവ് ദൈവം അതിൽ വെച്ചിട്ടുണ്ട്. കാട്ടുവള്ളിയിലാണ് പറയണേ. നമ്മൾ നട്ടു വളർത്തുന്നതിലല്ല ശുശ്രൂഷ. കാട്ടുവള്ളിയിൽ പോലും നട്ടു വളർത്തുന്നതിൽ തീർച്ചയായിട്ടും മുന്തിരിയോ അല്ലെങ്കിൽ ഫാഷൻ ഫ്രൂട്ടോ അങ്ങനെയുള്ള അല്ലെങ്കിൽ പയറ് തന്നെ ഈ സമയത്ത് നമ്മളതൊക്കെ വളർത്തുന്നവരാണ്. ഏറ്റം എന്ന് പറയും, ഏറ്റം കുത്തി കൊടുക്കും, അത് നമുക്കവിടെ ഇങ്ങനെ കയറിപ്പോകും. അത് ഒരു സപ്പോർട്ട് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കൊടുത്താൽ അവരൊക്കെ വലിയ നിലയിലെത്തും. ആരൊക്കെയായി സപ്പോർട്ട് കൊടുക്കേണ്ടത്? ഏറ്റവും ആദ്യം അപ്പനും അമ്മയും, പിന്നെ വീട്ടിലുള്ളവർ, സ്കൂളിൽ പോയി തുടങ്ങിയാൽ സ്കൂളിൽ അധ്യാപകർ, മറ്റു കൂട്ടുകാർ, ഇവരൊക്കെ അവർക്ക് വേണ്ട സപ്പോർട്ട് കൊടുത്തുകൊണ്ടിരുന്നാൽ തീർച്ചയായിട്ടും ഈ കുഞ്ഞുങ്ങളൊക്കെ വളർന്ന് വലിയ ഫലം പുറപ്പെടുവിക്കുന്നവരായിരിക്കും. പക്ഷെ പലപ്പോഴും അവർക്ക് സപ്പോർട്ടിന് പകരം അടിച്ചമർത്തലുമൊക്കെയാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അവരുടെ കഴിവുകളെ വളർത്തിയെടുക്കാനായിട്ട് ശ്രമിക്കാതെ. ഇത് കുട്ടികളെ വളർത്തുന്നത് മാത്രമല്ല, ഒരു ഭാര്യ ഭർത്താവിനെയും ഭർത്താവ് ഭാര്യയെയും മക്കൾ മാതാപിതാക്കളെയും ഒക്കെ പരസ്പരം, ഒരു പ്രധാന അധ്യാപകൻ മറ്റധ്യാപകരെയും അധ്യാപകർ പരസ്പരം തമ്മിലും വളർത്തുന്ന ഒരു സംസ്കാരമാണ് നമുക്കുണ്ടായിരിക്കേണ്ടത്. പക്ഷേ ഇന്ന് പലപ്പോഴും നമ്മൾ കാണുന്നത് അങ്ങനെയല്ല. തളർത്തുന്ന ഒരു സംസ്കാരമാണ്. ആരെങ്കിലും ഒരാൾ വളർന്നു വരികയാണ്, പടർന്ന് ഇങ്ങനെ കയറി പോകുമ്പോൾ അവനെങ്ങനെയെങ്കിലും ഒരു കൊട്ട് കൊടുത്ത് അവനെ അവിടെ അവസാനിപ്പിക്കുന്ന ഒരു മനോഭാവമാണ് ഇന്ന് ജനങ്ങളിലുള്ള എല്ലാം കാണുന്നത്. ഒരു ചൊല്ലുണ്ട്, നെടിയവനാണ് അടി കിട്ടുക എന്ന്. ഒരു ആൾക്കൂട്ടത്തിൽ ഒരു തല്ല് നടന്നാൽ അടി കിട്ടുന്നത് പൊക്കം കൂടിയ ആൾക്കാണ്. അത് നമ്മുടെ ജീവിതത്തിൽ സാധാരണ നമ്മൾ കാണുന്നതാണ്. ഒരാൾ ഉയർന്നു വരുമ്പോൾ അയാൾക്ക് ഒരു സപ്പോർട്ട് കൊടുക്കുക, അതിന് പകരം അവനെ അടിച്ചമർത്താനായിട്ട് നോക്കുക. നമ്മളിൽ അത്തരം ചിന്തകൾ വളർന്നു വരാതിരിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കും. ദൈവം നമ്മളെല്ലാം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ നിർത്തുന്നു.